അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ആൻസറുമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നോട് പലരും ഞാൻ യാത്ര തുടങ്ങി അന്ന് മുതൽ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസറുമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാം, 14ഓളം ദിവസത്തോളം നീണ്ടു നിൽക്കുന്നൊരു യാത്രയായിരുന്നു എൻ്റെത്. ഏകദേശം 7ഓളം സംസ്ഥാനങ്ങൾക്കുള്ളിലൂടെയുള്ള യാത്ര. അൽഹംദുലില്ലാഹ് അത്യാവശ്യം കാണേണ്ട എല്ലാ സ്ഥലങ്ങളും നമ്മൾ കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അൽഹംദുലില്ലാഹ് വളരെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യാത്രയായിരുന്നു. അപ്പോൾ ഈ ഒരു യാത്രയ്ക്കുള്ള ചിലവ് എന്നെ സംബന്ധിച്ച് അൽഹംദുലില്ലാഹ് റാഹത്തായിട്ടുള്ള ചിലവാണ് വന്നിട്ടുള്ളത്. ഇത് പലർക്കും ഞാൻ ചെയ്യുന്നത് പോലെ ഇത്രയും സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പലർക്കും ചിലപ്പോൾ ഈ ഒരു സംഖ്യ മതിയായി എന്ന് വരില്ല കേട്ടോ. ഇത് എനിക്ക് വന്ന ചിലവ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഇതിനെക്കാട്ടിലും പൈസ കൊടുക്കും ഞാൻ പല സ്ഥലങ്ങളും. അപ്പോൾ ഉദാഹരണം 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള സ്ഥലമാണ് ഞാൻ പലതും നടന്നാണ് ചെയ്തത്. അപ്പം അങ്ങനെയൊക്കെ ഞാൻ കുറേ പൈസ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു സംഖ്യ കറക്റ്റ് മതി എന്നല്ല എൻ്റെ അർത്ഥം. എനിക്ക് തോന്നിയിട്ടുള്ളൂ. എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. മൂപ്പർക്ക് ഡൽഹിയും അതുപോലെ ആഗ്ര, അജ്മീർ സ്ഥലങ്ങൾ മാത്രം ചുറ്റാൻ ഏകദേശം 10-20 ദിവസത്തോളം മുമ്പ് ചുരുക്കും 40,000 ചിലവെന്ന് എന്നോട് പറഞ്ഞു. അതാണ്. അപ്പോൾ എനിക്ക് വന്ന ചിലവ് ഞാൻ ജെന്യൂനായിട്ട് നിങ്ങളോട് പറയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ കാര്യമായിട്ട് ചുറ്റിയത് ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിലെ കുളു മണാലി അവിടെ അത്യാവശ്യം ഞാൻ എക്സ്പ്ലോർ ചെയ്തു. ഡൽഹി അത്യാവശ്യം കാണാനുള്ള എല്ലാ സ്ഥലങ്ങളും ഞാൻ കണ്ടു. അതുപോലെ തന്നെ ആഗ്രയിൽ ഒരുപാട് സ്ഥലം. ഞാൻ വണ്ടി യാത്ര ചെയ്തപ്പോൾ ആകെ കണ്ടത് താജ്മഹൽ മാത്രം. പക്ഷേ താജ്മഹലിനെക്കാട്ടും ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ആഗ്രഹമുണ്ടെന്ന് മനസ്സിലായി യാത്രയിൽ. ഒരുപാട് സ്ഥലം എക്സ്പ്ലോർ ചെയ്തു. അതുപോലെ തന്നെ അജ്മീർ ഒക്കെ എക്സ്പ്ലോർ ചെയ്യും. എന്നോട് കഴിയാവുന്ന രീതിയിലൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്ത് തീർത്തു. അപ്പം ഇനിയും കാണാൻ അവിടെയൊക്കെ സ്ഥലങ്ങളില്ല എന്നല്ല കേട്ടോ. ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഏകദേശം വീഡിയോ തന്നെ കാണിച്ചത് ഞാൻ നോക്കിയപ്പോൾ ഞാനിത് കാണാൻ കഴിഞ്ഞ ഏകദേശം 45 വീഡിയോ ഞാൻ നിങ്ങൾക്ക് വിട്ടിട്ടുണ്ട്. ഇതിൽ കാണാപ്പുറങ്ങൾ ഞാൻ ചെയ്തതിനേക്കാളും കൂടുതൽ വേറെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ ഇതിനേക്കാളും കൂടുതൽ പോയിട്ടുണ്ട്. പക്ഷേ കുറഞ്ഞ സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ. അപ്പോൾ ഞാനത് നീട്ടുന്നില്ല. അപ്പോൾ എനിക്ക് വന്ന ടോട്ടൽ ചിലവ് എന്ന് പറയുകയാണെങ്കിൽ ഈ ചിലവിൽ ഞാൻ കൂട്ടേണ്ട ട്രാൻസ്പോർട്ടേഷൻ പൈസയാണ്. നമ്മൾ ട്രെയിനിൻ്റെ ടിക്കറ്റ്, ബസ്, ഓട്ടോറിക്ഷ, ബൈക്ക് തുടങ്ങി ബൈക്കിൻ്റെ റെൻറ്റ് തുടങ്ങി പൈസ മുതൽ എനിക്ക് വന്ന ഭക്ഷണത്തിന് ചിലവ് 14 ദിവസം എനിക്ക് വന്ന ഭക്ഷണം. അതുപോലെ തന്നെ എനിക്ക് വന്ന ടിക്കറ്റുകൾ. അപ്പോൾ ഈ പല സ്ഥലങ്ങളിൽ പോകണമെങ്കിൽ ടിക്കറ്റ് വേണം. ടിക്കറ്റില്ലാണ്ട് എല്ലാ സ്ഥലങ്ങളും പോലെ എടുക്കുക. ടിക്കറ്റുകൾ പൈസ, അതുപോലെ തന്നെ എനിക്ക് വന്ന മറ്റ് അല്ലറ ചില്ലറ പൈസകൾ. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയിട്ട് എന്ന് പറയുമ്പോൾ ഞാൻ മുക്കത്തുനിന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകാനുള്ള 33 രൂപ വരെ ഞാൻ ഇതിൽ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കൂട്ടിയിട്ടുള്ള സംഖ്യ എനിക്ക് വന്നത് 11,360 രൂപ എനിക്ക് വന്നത്. അൽഹംദുലില്ലാഹ് ഈ ഒരു പൈസക്കിടയിൽ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്തു. വളരെ സന്തോഷത്തിലാണ്, വളരെ റാഹത്തിലാണ്. ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണാറുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് ആൾക്കാർ ഇവിടെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് കാരണം കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.